ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജേണി ഓഫ് ടൈപ്പിസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നതും പ്രധാനപ്പെട്ട് പഠിക്കേണ്ടതുമായ ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കോഡിലൂടെ നമുക്ക് പഠിക്കാം. അതായത് നമുക്ക് മറക്കാത്ത രീതിയിൽ എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കാൻ കണക്കിന് പഠിക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല ഗുരു ആരാണ്? ശ്രീനാരായണ ഗുരുവിന് ഒത്തിരി ഗുരുക്കന്മാരുണ്ട് പല മേഖലയിലും. അപ്പം ആദ്യകാല ഗുരു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യത്തെ കുട്ടിയെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? മൂത്ത കുട്ടി എന്നല്ലേ. അപ്പം ആദ്യകാല ഗുരു എന്ന് പറഞ്ഞാൽ അതിൽ തന്നെയുണ്ട് മൂത്ത പിള്ള. ആ ഗുരുവിനെ പിള്ളയായിട്ട് അങ്ങ് കണക്കാക്കുക. അപ്പം ആദ്യകാല ഗുരു ആരാണ്? മൂത്ത പിള്ള. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അപ്പോൾ ശ്രീനാരായണ ട്രോഫി വള്ളംകളിയുണ്ട്, ശ്രീനാരായണ ജയന്തി വള്ളംകളിയുണ്ട്. അപ്പോൾ അത് നമുക്ക് രണ്ടും കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ. നമുക്കൊരു ട്രോഫി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? കയ്യിൽ ഏറ്റി കൊണ്ടുവരും അല്ലേ. അപ്പോൾ അതുപോലെ ട്രോഫി കന്നേറ്റി, കയ്യിലേന്തിയത് അല്ലെങ്കിൽ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? കന്നേറ്റിക്കായൽ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന. അപ്പോൾ ഗുരു ആദ്യമായിട്ടൊരു രചന എഴുതി. അപ്പോൾ നമുക്കത് അങ്ങനെ കണക്കാക്കി വയ്ക്കുക. എങ്ങനെയാണ് ഗുരു എങ്ങനെയാണ് രചന എഴുതിയത്? വഞ്ചിയിൽ പാട്ടും പാടിയാണ് ഇരുന്ന് എഴുതിയത്. അപ്പം വഞ്ചിപ്പാട്ട്, ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. നമ്മളൊരു നല്ലൊരു കൃതിയോ കഥയോ നമ്മൾ എഴുതും, അല്ലെങ്കിൽ അത് ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ആളിനായിരിക്കും കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ചട്ടമ്പിക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണ് സമർപ്പിച്ചത്. ഇനി ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനാണ്. ഗുരുവിന് കുറച്ച് ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലെ അവസാനത്തെ ശിഷ്യൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവസാനം വരെ നമ്മൾ എങ്ങനെ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ആനന്ദം അല്ലെ, നല്ല സന്തോഷം ഉണ്ടായിരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യൻ എങ്ങനത്തെ ശിഷ്യനായിരുന്നു? ആനന്ദ തീർത്ഥ സ്വാമികൾ. ഇനി ഗുരു തൻ്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണെന്നാണ്. അപ്പം പിൻഗാമിയായിട്ടാണ് ഗുരുവിന് ശേഷം വരേണ്ടതാണ്, ഗുരുവിൻ്റെ തുടർച്ചയായിട്ട് വരേണ്ടത്. ആ വ്യക്തിക്ക് ആനന്ദം മാത്രം പോരാ, എന്തും വേണം? ബോധവും കൂടെ വേണം. അപ്പം ബോധാനന്ദ സ്വാമികൾ. ബോധവും വേണം, എന്നാൽ ആനന്ദവും വേണം. അപ്പം ബോധാനന്ദ സ്വാമികൾ. അപ്പോൾ ഒന്നുകൂടെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല ഗുരു മൂത്ത പിള്ള. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്ക്. ഗുരുവിൻ്റെ അവസാന ശിഷ്യൻ ആനന്ദ തീർത്ഥ സ്വാമികൾ. ഗുരു തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ബോധാനന്ദ സ്വാമികൾ. അപ്പം ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.